Dear children, today we are discussing social science first. The chapter is East and West, the era of exchanges. In our last class, we discussed about medieval cities and different occupational groups, that means guild system. Today we are going to discuss medieval education. Have you noticed these pictures? The picture here depicts the education system that existed at the elementary and higher levels in medieval Europe. Let's go through the textbook. The expansion of basic education universities, Greco-Roman knowledge and Islamic knowledge were the features of medieval age. Many schools sprang up during this period for imparting primary education. Expansion of basic education universities, Greco-Roman knowledge, Islamic knowledge. അടിസ്ഥാന വിദ്യാഭ്യാസം, അതുപോലെ യൂണിവേഴ്സിറ്റികൾ, സർവകലാശാലകൾ, ഗ്രീക്കോ റോമൻ വിജ്ഞാനം, ഇസ്ലാമിക വിജ്ഞാനം, ഇതിൻ്റെ എല്ലാം വ്യാപനം, അതാണ് medieval എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത. മേജർ സബ്ജക്ട്സ് taught in the medieval schools were grammar, Latin, astronomy, literature, philosophy, mathematics and law of nature. medieval സ്കൂൾസിലെ മേജർ സബ്ജക്റ്റുകളായിരുന്നു ഗ്രാമർ, ലാറ്റിൻ, ആസ്ട്രോണമി, ഫിലോസഫി, ലിറ്ററേച്ചർ, മാത്തമാറ്റിക്സ്, ലോ ഓഫ് നേച്ചർ. ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രം, നക്ഷത്രങ്ങളെക്കുറിച്ചെല്ലാം പഠിക്കുന്നത്. അതുപോലെ ലോ ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രകൃതി നിയമങ്ങളെക്കുറിച്ചുള്ള പഠനം. ഇതൊക്കെയായിരുന്നു മേജർ സബ്ജക്ട്സ്. Education of women was restricted and those who got rare opportunity for education were nuns and the children of rulers and nobles. Education of women was restricted. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല, അവരുടെ വിദ്യാഭ്യാസം തടസ്സപ്പെട്ടിരുന്നു. Those who got rare opportunity for education were the nuns and the children of rulers and nobles. ചില സ്ത്രീകൾക്ക് മാത്രമാണ് അങ്ങനെയുള്ള അവസരം ലഭിച്ചിരുന്നത്. അതായത് നൺസ് എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീകൾ. അതുപോലെ ചില പ്രഭുക്കന്മാരുടെയും ഭരണാധികാരികളുടെയും മക്കൾക്ക് മാത്രമായിട്ടായിരുന്നു വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത്. Medieval education was not confined to the primary level. University education also began to flourish. The main subjects taught in universities were philosophy, literature, medicine, languages, geometry and law. Medieval education was not confined to the primary level. Medieval education പ്രൈമറി ലെവലിൽ മാത്രമായിട്ട് ചുരുങ്ങിയിരുന്നില്ല, യൂണിവേഴ്സിറ്റി ലെവലിലേക്കും അത് വ്യാപിച്ചിരുന്നു. അവിടുത്തെ മെയിൻ സബ്ജക്റ്റുകളായിരുന്നു ഫിലോസഫി, ലിറ്ററേച്ചർ, മെഡിസിൻ, ലാംഗ്വേജസ്, ജോമെട്രി ആൻഡ് ലോ. അപ്പം നമ്മളുടെ കോളേജുകളിലേക്ക് ഉള്ളതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. Many universities were established in Europe in the 11th and 12th centuries. Important among them are the following: Bologna, Italy; Constantinople, Turkey; Paris, France; Oxford, Cambridge, England. 11th 12th centuries യൂറോപ്പിൽ ധാരാളം യൂണിവേഴ്സിറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. ബൊളോഗ്ന യൂണിവേഴ്സിറ്റി ഇറ്റലിയിലാണ്, കോൺസ്റ്റാന്റിനോപ്പിൾ ടർക്കി, പാരീസ് ഫ്രാൻസ്, ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് ഇംഗ്ലണ്ട്. Another important university was the Cordova University, established by the Arabs in Spain. One of the important features of this university was the library, which had thousands of manuscripts. This university provided facilities for learning languages such as Greek, Syriac, Persian and Sanskrit. Arabic version of the books originally written in these languages was available in the library of this university. മെഡിവൽ യൂണിവേഴ്സിറ്റിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് കൊർഡോവ യൂണിവേഴ്സിറ്റി എന്നുള്ളത്. അറബ്സ് സ്പെയിനിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത യൂണിവേഴ്സിറ്റിയാണ് കൊർഡോവ യൂണിവേഴ്സിറ്റി. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് യൂണിവേഴ്സിറ്റി വാസ് ദി ലൈബ്രറി, വിച്ച് ഹാഡ് തൗസൻഡ്സ് ഓഫ് മാനുസ്ക്രിപ്റ്റ്സ്. മാനുസ്ക്രിപ്റ്റ് മീൻസ് കൈയെഴുത്ത് പ്രതികൾ. അവിടെ ആയിരക്കണക്കിന് കൈയെഴുത്ത് പ്രതികൾ സൂക്ഷിച്ചിരുന്നു. കൊർഡോവ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ആയിരക്കണക്കിന് കൈയെഴുത്ത് പ്രതികൾ സൂക്ഷിച്ചിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളായിരുന്നു, അവിടെ പഠിക്കുന്നതിനുണ്ടായിരുന്ന സൗകര്യം ഉണ്ടായിരുന്ന സബ്ജക്റ്റുകളായിരുന്നു ഗ്രീക്ക്, സിറിയക്, പേർഷ്യൻ ആൻഡ് സാൻസ്ക്രിറ്റ്. Arabic version of books originally written in these languages was available in the library of this university. അവിടെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രീക്ക്, സിറിയക്, പേർഷ്യൻ, സാൻസ്ക്രിറ്റ് ഈ ഭാഷകളിലൊക്കെയുള്ള ബുക്കുകളുടെ
അറബി തർജ്ജമയും അവിടെ ലഭ്യമായിരുന്നു. The advancement of education was not confined to Europe. It began to prosper in Central Asia during the period of Abbasid Caliphate. Primary educational institutions, maktabs, were started from the 10th century onwards, where children between the age of 6 and 14 were educated. എഡ്യൂക്കേഷണൽ ഫീൽഡിലെ അഡ്വാൻസ്മെൻറ്റ്സ് യൂറോപ്പിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നിരുന്നില്ല, സെൻട്രൽ ഏഷ്യയിലേക്കും കൂടി അത് വ്യാപിച്ചിരുന്നു. അബ്ബാസിദ് ഖലീഫേറ്റുമാരുടെ കാലഘട്ടത്തിലാണ് അത് സെൻട്രൽ ഏഷ്യയിലേക്കും കൂടി വ്യാപിച്ചത്. പ്രൈമറി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മക്താബ്സ് എന്ന പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അത് 10th സെഞ്ച്വറിയിലാണ് അത് ആരംഭിക്കുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് മക്താബ്സിൽ വിദ്യാഭ്യാസം നൽകിയിരുന്നത്. There were facilities for women education in the Arab world. Ladies were given the opportunity to become teachers by attaining the degree Ijaz. The universities of Baghdad and Damascus of Central Asia, the Al-Azhar University of Egypt, etc. were the noteworthy educational institutions of the medieval period. മിഡീവൽ യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമായി അറബ് വേൾഡിൽ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷനുള്ള അവസരമുണ്ടായിരുന്നു. ഇജാസ് എന്നുള്ള ഡിഗ്രി നേടുന്നവർക്ക് അധ്യാപകരാവാനായിട്ട്, ടീച്ചേഴ്സ് ആവാനായിട്ടുള്ള അവസരവും ലഭിച്ചിരുന്നു. യൂണിവേഴ്സിറ്റീസ് ഓഫ് ബാഗ്ദാദ് ആൻഡ് ഡമാസ്കസ് ഓഫ് സെൻട്രൽ ഏഷ്യ, അൽ അസർ യൂണിവേഴ്സിറ്റി, ഇതെല്ലാം വളരെ ശ്രദ്ധേയമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളായിരുന്നു. The Far East also witnessed progress of education in the medieval period. From the ancient period onward, schools were established at various places in China. This was based on the conviction that along with the development of an individual, education benefit the family as well as the nation. ഏഷ്യൻ കാലഘട്ടം തുടങ്ങി തന്നെ ചൈനയിലെ പല ഭാഗങ്ങളിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരംഭിച്ചിരുന്നു. അതിന് കാരണം വ്യക്തിത്വ വികസനത്തോടൊപ്പം കുടുംബത്തിനും രാജ്യത്തിനും ഗുണപരമായ സംഭാവനകൾ നൽകാൻ കഴിയുന്നതാണ് വിദ്യാഭ്യാസം എന്നുള്ള വിശ്വാസമായിരുന്നു. ചൈനയിലെ വിദ്യാലയങ്ങളിൽ 6 വയസ്സ് മുതലാണ് എഡ്യൂക്കേഷൻ ആരംഭിച്ചത്. മെജോറിറ്റി ഓഫ് ദി സ്കൂൾസ് ഇൻ ചൈന, ഓൾ സബ്ജക്ട്സ് വെർ ഹാൻഡിൽഡ് ബൈ സിംഗിൾ ടീച്ചർ. എല്ലാ സബ്ജക്റ്റുകളും ഹാൻഡിൽ ചെയ്തിരുന്നത് ഒരു ടീച്ചർ തന്നെയായിരുന്നു. ഏക അധ്യാപക വിദ്യാലയങ്ങളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ടീച്ചിങ്സ് ഓഫ് ബുദ്ധ ആസ് വെൽ ആസ് ബുദ്ധിസ്റ്റ് ഫിലോസഫി വാസ് എ കമ്പൽസറി സബ്ജക്റ്റ് ഇൻ സ്കൂൾസ് അറ്റാച്ച്ഡ് ടു ദി ബുദ്ധിസ്റ്റ് വിഹാരാസ്. ബുദ്ധമത വിഹാരങ്ങളോട് ചേർന്നുള്ള പഠന കേന്ദ്രങ്ങളിൽ ബുദ്ധമത ദർശനങ്ങൾ ഒരു നിർബന്ധ വിഷയമായിരുന്നു. The Gurukula system, where the students lived with the children, prevailed in medieval India also. Main subjects offered in these institutions were grammar, languages, literature, philosophy, and astronomy. Many educational institutions attached to the temples prevailed in South India during the medieval period. There was intimate relationship between the teacher and the pupil. Gurukula system ആയിരുന്നു അവിടെ നിലനിന്നിരുന്നത്. There were the students lived with teacher prevailed in medieval India. medieval ഇന്ത്യയിൽ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഗുരുകുല സിസ്റ്റം ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഗുരുകുല സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? സ്റ്റുഡൻസ് lived with teacher. The main subjects offered in Gurukula system were grammar, languages, literature, philosophy and astronomy. പല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്ഷേത്രങ്ങളോടനുബന്ധിച്ചായിരുന്നു നിലനിന്നിരുന്നത്. മിഡീവൽ എഡ്യൂക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. യൂറോപ്പിലെയും സെൻട്രൽ ഏഷ്യയിലെയും അതുപോലെ ഈസ്റ്റ് ഏഷ്യയിലെയും എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച് നമ്മളിന്ന് പഠിച്ചു. ഓക്കെ, താങ്ക് യു.